ഇത് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് വി നീഡ് ടു ബിൽഡ് ഹാബിറ്റ്. യു നോ വാട്ട് ഐ മീൻ? എനിക്കൊരു സംശയം, എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ദിവസം എത്ര നേരം ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്? ഞാൻ സംസാരിക്കാറേ ഇല്ല. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കാറേ ഇല്ല, പിന്നെ എങ്ങനെ ഇംഗ്ലീഷിൽ ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറും? പക്ഷേ ഞാൻ ആരോട് സംസാരിക്കുക? ഒരുവിധം എല്ലാ ആളുകളുടെയും പ്രശ്നം തന്നെയാണ്. ഒരുപാട് സംസാരിച്ചാലേ ഇംഗ്ലീഷ് പഠിയുള്ളൂ എന്നുള്ള ധാരണ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ആരോട് സംസാരിക്കും? ഒരു പാർട്ട്ണറില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ എനിക്കൊരു പാർട്ട്ണറില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്നും ഇമ്പ്രൂവ് ചെയ്യാതെ ഇങ്ങനെ നടക്കാം, ഒരു ലെവലിൽ ഇങ്ങനെ നടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ടാക്കിൾ ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡുകളുണ്ടോ? ഇതിനെ സിമുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഒരു പാർട്ട്ണറെ സിമുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. വേറെ വല്ല വഴിയുണ്ടോ? ഒരു പാർട്ട്ണർ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരാളോട് സംസാരിക്കണം. ബേസിക്കലി നമുക്ക് സംസാരിക്കണം, നാവുകൊണ്ട് സംസാരിക്കണം, അത്രയല്ലേ വേണ്ടുള്ളൂ. നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് നമ്മൾ തന്നെ. നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാം. നമ്മൾ സംസാരിച്ചാൽ ആര് കേൾക്കും? നമ്മൾ കേൾക്കും. വേറെ ആര് കേട്ടില്ലെങ്കിലും നമ്മൾ കേൾക്കും. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്താൽ നമുക്കൊരു പാർട്ട്ണർ ഇല്ലാത്ത സിറ്റുവേഷൻസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ ചെയ്യുക? ഇംഗ്ലീഷ് പഠിക്കാതെ എന്തായാലും പറയാൻ കഴിയില്ല, അത് ശരിയല്ലേ? അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുക, അവിടുന്ന് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രം പോരാ, എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണം. അതായത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുക, ഉള്ളിലേക്ക് എടുക്കുക, പറയാതെ നമുക്ക് ഫ്ലുവൻസി കിട്ടില്ല. അപ്പോൾ ഈ അപ്ലൈ ചെയ്യേണ്ട കാര്യം എവിടെ അപ്ലൈ ചെയ്യുക? സെൽഫ് ഇമോഷണൽ ടോക്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മളോട് തന്നെ സംസാരിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക. അത് എത്ര കാലം ചെയ്യേണ്ടി വരും? ഓക്കെ, ഇത് സെൽഫ് ഇമോഷണൽ ടോക്കാണ്. ഇത് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് വി നീഡ് ടു ബിൽഡ് ഹാബിറ്റ്. യു നോ വാട്ട് ഐ മീൻ? അപ്പോൾ അതെങ്ങനെ ചെയ്യും? ഓക്കെ, നമ്മൾ സെൽഫ് ഇമോഷണൽ ടോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നൊരു കാര്യമില്ല. എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ആൾക്കാരെല്ലാം പ്രശ്നം അത് തന്നെയാണ്. ഈ ഒരു കാര്യം ചെയ്തിട്ട് ഇംഗ്ലീഷ് ഒരുപാട് ബെറ്റർ ആയ ആൾക്കാർ പറയും സെൽഫ് ഇമോഷണൽ ടോക്ക് ചെയ്യും. പക്ഷെ എങ്ങനെ ചെയ്യും? അതൊരു കൺഫ്യൂഷൻ ആണല്ലോ. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്കറിയാവുന്ന ഇൻഫോർമേഷൻ അത് ഉറക്കെ സംസാരിക്കുക, നമ്മോടനെ സംസാരിക്കുക. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ്. നമ്മളെന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ആയിട്ടുള്ള പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ച് പറയാൻ പറ്റും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടോ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ ഈ ഒരു ഡെയിലി ഹാബിറ്റ്സ് സെൽഫ് ഇമോഷൻ ടോക്ക് ചെയ്താൽ മതി. ഇനി അത് ചെയ്ത് കഴിഞ്ഞു വിചാരിക്കുക. പിന്നെ ഇന്ന് രാവിലെ എന്ത് നടന്നു, ഇപ്പം എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്ന് വൈകുന്നേരം എന്ത് നടക്കും, ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവിടെ ടെൻസും കാലങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതും കഴിഞ്ഞാൽ ഇന്ന് എന്ത് നടക്കുന്നു, നാളെ എന്ത് നടക്കും, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതും കഴിഞ്ഞാൽ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? നമുക്ക് നമ്മളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സാഡ് മൊമെൻറ്റ്സ് ഉണ്ട്, ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ട്. അതിൽ സാഡ് മൊമെൻറ്റ് പറയണമെന്നില്ല, ഹാപ്പി മൊമെൻറ്റ് പറഞ്ഞൂടെ നമ്മളോട് തന്നെ. അതിങ്ങനെ ഒരു വൈകാരികമായിട്ട് പറഞ്ഞാൽ വി ആർ നോട്ട് ജസ്റ്റ് ബിൽഡിങ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, വി ആർ ലേണിംഗ് ടു കമ്മ്യൂണിക്കേറ്റ് ഇമോഷണലി. ഇഫ് വി ക്യാൻ ഇൻഫ്ലുവൻസ് അവർ സെൽഫ്, വി ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ് ആസ് വെൽ. കറക്റ്റ്. സോ നമുക്ക് നമ്മളെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമോഷൻ, നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഇമോഷനെ കൂടി നമ്മളെ ഫേസിൽ കൊണ്ടുവരാൻ പറ്റും. എന്ത് ചെയ്താൽ? ഈ സെൽഫ് ഇമോഷണൽ ടോക്ക് ചെയ്താൽ. ഇതൊരു ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റാണ്, ഇതൊരു ലൈഫ് ചേഞ്ചിങ് സ്കില്ലാണ്. എന്തിന്? നമ്മളെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ. ഓക്കെ, ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ സീരിയസ് ആവണം. നമുക്ക് നമ്മളെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹം വേണം. ലാംഗ്വേജ് അറിയാത്ത ഒരു കാരണത്താൽ നമ്മൾ സൊസൈറ്റിൻ്റെ മുന്നിൽ ഫേസ് ചെയ്തൊരു പ്രോബ്ലമോ ലാംഗ്വേജ് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസോ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേസ് ചെയ്ത സിറ്റുവേഷൻ്റെ പെയിന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് അത്രയും ആഗ്രഹവും ആ ഒരു ത്രൈവിങ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. കാരണം സെൽഫ് ഇമോഷണൽ ടോക്ക്, ഒരു പാർട്ട്ണറില്ലാത്ത സിറ്റുവേഷൻ നമ്മളോട് സംസാരിച്ച് നികത്തുകയാണ്, ടാക്കിൾ ചെയ്യാണ്. അപ്പോൾ are you serious for that? Are you serious about your communication? Yes, of course. So if you're serious, you can definitely try this. It's a game-changing skill. It is a game-changing habit.